കരടികൾ. ഇന്നത്തെ കരടികളുടെ മുൻഗാമികൾ ഏതാണ്ട് 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് യുറേഷ്യയിൽ ഉത്ഭവിച്ചു എന്ന് കരുതുന്നു. ആദ്യകാലത്തെ കരടികൾ താരതമ്യേന ചെറുതായിരുന്നുവത്രേ. മുമ്പ് കരയിലെ മാംസഭോജികളായ ജീവികളിൽ ഏറ്റവും വലുത് ഒരിനം കരടിയായിരുന്നു. പിന്നീട് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു. അർസിഡൈ കുടുംബത്തിലെ മിശ്രബുക്കായ സസ്തനിയാണ് കരടി. ബ്രൗൺ എന്നർത്ഥമുള്ള വാക്കിൽ നിന്നാണ് ബെയർ അതായത് കരടി എന്ന വാക്കുണ്ടായത്. കരടികൾ അവയുടെ അതിർത്തികൾ അടയാളപ്പെടുത്തുന്നത് മരങ്ങളിൽ നഖം കൊണ്ട് കോറിയും ശരീരം മരത്തിലുരച്ച് പാടുകൾ വീഴ്ത്തിയുമാണ്. 2 പാളി രോമാവരണമുണ്ട് കരടികൾക്ക്. ശരീരത്തിനോട് ചേർന്നുള്ള ഒന്നാമത്തെ രോമപ്പാളി ശരീരത്തിന് ചൂട് നൽകുമ്പോൾ പുറത്തെ പാളി ശരീരം അഴുക്ക് പിടിക്കാതെയും ഷഡ്പദങ്ങളുടെ കടിയേൽക്കാതെയും സംരക്ഷിക്കുന്നു. കരടികളുടെ തേൻകൊതി പ്രസിദ്ധമാണല്ലോ. തേൻകൂടുകളിൽ ചെന്ന് തേൻ എടുക്കുമ്പോൾ തേനീച്ചകളിൽ നിന്നും അവയ്ക്ക് നല്ല കുത്ത് കിട്ടാറുണ്ട്. ഈ അവസരത്തിലാണ് അവയുടെ ഇരട്ട രോമാവരണം സഹായകരമാകുന്നത്. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ മറ്റേതൊരു ജീവിയെയും പോലെ കരടികൾക്കും വലിയ പ്രാധാന്യമുണ്ട്. കരടികൾ ഭക്ഷണത്തിന് ശേഷം അവശേഷിക്കുന്ന മൃതശരീരങ്ങൾ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. കരടിയുടെ ദഹന വ്യവസ്ഥയിലൂടെ പുറത്തു വരുന്ന വിത്തിനങ്ങൾ നന്നായി വളരുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മികച്ച വിത്ത് വിതരണക്കാരാണ് ഇവരെന്ന് ശാസ്ത്രം പറയുന്നു. വലിയ ഇരുണ്ട ശരീരം, ബലിഷ്ഠവും നീളം കുറഞ്ഞതുമായ കൈകാലുകൾ, പരന്ന് പുറത്തേക്ക് നിൽക്കുന്ന 5 നഖങ്ങളോട് കൂടിയ പാദങ്ങൾ, നീണ്ട മൂക്ക്, ചെറിയ ഉരുണ്ട ചെവി, രോമാവൃതമായ പതുപതുത്ത ശരീരം, കുറിയ വാല്, 2 കാലുകളിൽ ഉയർന്നു നിൽക്കാനുള്ള കഴിവ് ഇവയെല്ലാമാണ് കരടിയുടെ സവിശേഷതകൾ. പൊതുവെ രാത്രി സഞ്ചാരം ഇഷ്ടപ്പെടുന്നവരാണ് കരടികൾ. ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇവയ്ക്ക് ഇഷ്ടം. മണം പിടിക്കാൻ അതിസമർത്ഥരായ കരടികൾ പഴങ്ങൾ, വിത്തുകൾ, ഇലകൾ, ഷഡ്പദങ്ങൾ, കിഴങ്ങ്, തേൻ, മാംസം, മത്സ്യം, മുട്ട തുടങ്ങിയവയൊക്കെ ഭക്ഷണമാക്കുന്നു. പൊതുവെ വലിയ ശരീരമാണെങ്കിലും അതിവേഗം ഓടാനും നീന്താനും മരം കയറാനുമൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ശരീരത്തിലെ കൊഴുപ്പ് അവയ്ക്ക് ഒരു അനുഗ്രഹം കൂടിയാണ്. ഉത്തരാർദ്ധ ഗോളത്തിലാണ്, അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള പ്രദേശങ്ങളിലാണ് കരടികളെ കൂടുതലായി കണ്ടുവരുന്നത്. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നീ വൻകരകളിലെ കാടുകളിലെങ്ങും അവയെ കാണാം. മറ്റ് ഭൂഖണ്ഡങ്ങളിൽ കരടിയില്ല. വസന്തകാലമാകുമ്പോഴേക്കും കരടികളുടെ ഭാരം 180 കിലോയോളം കൂടിയിട്ടുണ്ടാകും. അതോടെ ഇവർ വല്ലാതെ അലസരാകും. ഇനി അങ്ങോട്ട് ശിശിരനിദ്രയുടെ സമയമാണ്. ശിശിരകാലത്തെ കൊടും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനും അക്കാലത്തെ ഭക്ഷണക്ഷാമം പരിഹരിക്കാനുമായാണ് കരടികൾ ശിശിരനിദ്രയിലേക്ക് കടക്കുന്നത്. എന്നാൽ എല്ലായിനം കരടികളും ശിശിരനിദ്ര നടത്താറില്ല. ആരും കടന്നു വരാനിടയില്ലാത്ത ഒരിടം കണ്ടുപിടിക്കലാണ് ശിശിരനിദ്രയുടെ ആദ്യപടി. തടിയൻ ശരീരം ഒതുക്കി വയ്ക്കാൻ പറ്റിയ സുരക്ഷിതമായ ഒരിടമാവണം അത്. ഗുഹ, പാറയിടക്ക്, പൊള്ളയായ വൻമരങ്ങളുടെ പൊത്ത് ഇവയെല്ലാം ശിശിരനിദ്രയ്ക്ക് അനുയോജ്യമാണ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ സ്വന്തമായി കുഴിയെടുത്ത് അതിൽ കിടന്ന് സുഖമായി ഉറക്കം തുടങ്ങും കരടികൾ. ഒരു വർഷത്തിൽ ആകെ 12 മാസം, അതിൽ ഏതാണ്ട് 7 മാസവും ഉറക്കം. അലസ്കയിലെ കരിങ്കരടികളുടെ കാര്യമാണ് ഇത്. ഈ നീണ്ട ശിശിരനിദ്ര കാലത്ത് ഹൃദയമിടിപ്പ് മിനിറ്റിൽ 15 തവണയിൽ നിന്നും കുറഞ്ഞ് 14 തവണയാകും. ശരീര താപനില 37-38 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 32 ഡിഗ്രിയിലേക്ക് താഴും. ഒപ്പം ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ വേഗം 1/3 കുറയും. ശിശിരനിദ്ര കഴിഞ്ഞ് ഉണരുമ്പോൾ അവയുടെ ശരീരഭാരം ഏതാണ്ട് 15 മുതൽ 30% വരെ കുറഞ്ഞിരിക്കും. ശിശിരനിദ്രയുടെ കാലത്ത് വിസർജനം പോലും വേണ്ടെന്ന് വയ്ക്കുന്നതിനാൽ ശരീരത്തിൽ നിന്നും ജലനഷ്ടമുണ്ടാകുന്നില്ല. ആഹാരത്തിലൂടെ ശരീരത്തിൽ സംഭരിച്ചു വെച്ച കൊഴുപ്പാണ് ഈ കാലയളവിൽ അവയുടെ ശരീര ഉപാപചയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. പോളണ്ടിൻ്റെ സൈനിക ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുള്ള കരടിയാണ് വോജ്റ്റക്.
1942 പോളിഷ് സൈനികർക്ക് ഇറാനിൽ നിന്നും ഒരു കരടിക്കുഞ്ഞിനെ ലഭിച്ചു. അവരവനെ തങ്ങളുടെ പട്ടാള ക്യാമ്പിലെ ഒരു അംഗമാക്കി. അവന് പട്ടാള റേഷൻ കൊടുത്തു. അവൻ പട്ടാളക്കാർക്കൊപ്പം കിടന്നുറങ്ങി. പട്ടാളക്കാർ അവനെ കളിപ്പിച്ചും സ്നേഹിച്ചും വളർത്തി. പട്ടാളത്തിൽ പ്രത്യേക റാങ്ക് ലഭിച്ച വോജ്ടെക് പോളിഷ് പട്ടാളത്തിനൊപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി. യുദ്ധത്തിനിടെ ഷെല്ലുകൾ നിറച്ച 45 കിലോയോളം ഭാരമുള്ള പെട്ടി വീഴ്ത്താതെ ചുമന്നു മാറ്റുന്നതിൽ മിടുക്കനായിരുന്നു അവൻ. മികച്ച സേവനത്തിന് അവന് ഉദ്യോഗ കയറ്റവും സൈന്യത്തിൻ്റെ പ്രത്യേക ആദരവും കിട്ടി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സൈന്യത്തിൽ നിന്നും വിരമിച്ച വോജ്ടെക്കിൻ്റെ വാസം പിന്നീട് സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗ് മൃഗശാലയിലായി. 1963 21 വയസ്സിൽ അവൻ മരിച്ചു. ലണ്ടനിലും പോളണ്ടിലും സ്കോട്ട്ലൻഡിലും വോജ്ടെക് എന്ന കരടിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് പലയിടങ്ങളിലും കരടികളെ പോരിനുപയോഗിച്ചിരുന്നു. യൂറോപ്പിൽ മാത്രമല്ല, ഇന്ത്യ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ഈ ക്രൂര വിനോദം നിലനിന്നു. കരടി, കടുവ, കരടി, നായകൾ, ഇങ്ങനെയായിരുന്നു പോര്. പോരിനൊടുവിൽ ഏതെങ്കിലും ഒരു ജീവി മരണത്തിന് കീഴടങ്ങും. ജീവനോടെ അവശേഷിക്കുന്ന ജീവിയാവട്ടെ ഗുരുതര പരിക്കുകളോടെ നരകയാതന അനുഭവിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവയും മരണപ്പെടും. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന കരടികളിൽ വലിപ്പം കുറഞ്ഞ ഒരിനമാണ് അമേരിക്കൻ കരിങ്കരടി. പൊതുവെ കറുപ്പ് നിറമാണെങ്കിലും ചിലപ്പോഴൊക്കെ ബ്രൗൺ, സ്വർണ്ണ നിറത്തിലും ഇവയെ കാണാറുണ്ട്. മിശ്രബുക്കായ ഇവ കാലാവസ്ഥയ്ക്കും ആവാസ വ്യവസ്ഥയ്ക്കുമനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കും. ഉൾക്കാടുകളിലാണ് വാസമെങ്കിലും ഭക്ഷണം അന്വേഷിച്ച് ചിലപ്പോഴൊക്കെ ഇവർ കാടിറങ്ങാറുണ്ട്. വേഗം ഭക്ഷണം സംഘടിപ്പിക്കാം എന്ന പ്രതീക്ഷയിൽ ഇവർ മനുഷ്യവാസ പ്രദേശങ്ങളിലേക്കും എത്തും. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ കണക്കുകൾ പ്രകാരം വംശനാശ ഭീഷണി ഏറ്റവും കുറവുള്ള ഒരു കരടി ഇനമാണ് അമേരിക്കൻ കരിങ്കരടി. ഒളിമ്പിക് കരിങ്കരടി, സിനമൺ കരടി, ഗ്ലേസിയർ കരടി, കെർമോഡോ കരടി എന്നിവ അമേരിക്കൻ കരിങ്കരടിയുടെ ഉപവിഭാഗത്തിൽപ്പെട്ടതാണ്. കറുവാപ്പട്ടയുടെ നിറമായതിനാലാണ് സിനമൺ കരടി എന്ന പേര് വന്നത്. നീല കലർന്ന വെള്ളി രോമങ്ങളുള്ളവയാണ് ഗ്ലേസിയർ കരടി അഥവാ നീലക്കരടി. കെർമോഡോ കരടികൾക്കിടയിൽ മഞ്ഞ കലർന്ന വെള്ള നിറത്തിലുള്ള കരടികളെ സ്പിരിറ്റ് കരടികളെന്നും വിളിക്കുന്നു. അതീവ സുന്ദരനായ സ്പിരിറ്റ് കരടി കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലാണ് കാണപ്പെടുന്നത്. ഈ ഗ്ലാമർ കാരണം ഒട്ടേറെ നാടോടി കഥകളിലും മറ്റും സൂപ്പർ താരമാണ് ഇവ. തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന കണ്ണടക്കരടിക്ക് ആൻഡ്രിയൻ കരടി, പർവ്വതക്കരടി എന്നീ പേരുകളുമുണ്ട്. കണ്ണിന് ചുറ്റുമായി കണ്ണട വെച്ചതുപോലെയുള്ള ആകൃതിയിൽ മഞ്ഞ നിറത്തിലെ രോമങ്ങൾ ഉള്ളതിനാലാണ് കണ്ണടക്കരടി എന്ന പേര് ഇവയ്ക്ക് വന്നത്. എന്നാൽ എല്ലാ കണ്ണടക്കരടികൾക്കും ഇതുണ്ടാവണമെന്നില്ല. മറ്റ് കരടികളെ അപേക്ഷിച്ച് ഇവയുടെ മുഖം ചെറുതാണ്. തെക്കേ അമേരിക്കയിലെ ഒരേ ഒരു പ്രാദേശിക കരടി വർഗമാണ് കണ്ണടക്കരടി. ഭക്ഷണത്തിലെ 5% മാത്രമാണ് മാംസമെങ്കിലും ഈ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മാംസഭോജി ഈ കണ്ണടക്കരടിക്കാണ്. 1846 മെക്സിക്കോയിൽ നിന്നും വേർപെട്ട് കാലിഫോർണിയ റിപ്പബ്ലിക് അഥവാ ബെയർ ഫ്ലാഗ് റിപ്പബ്ലിക് എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടായി. വെറും 25 ദിവസത്തെ ആയുസ് മാത്രമുണ്ടായിരുന്ന ഈ ചെറു രാജ്യത്തെ പട്ടാളം മെക്സിക്കോയോട് ചേർത്തു. ഒരു നക്ഷത്രവും കൂടെ ഗ്രീസിലി കരടിയുമുള്ളതായിരുന്നു ഇതിൻ്റെ പതാക. ഇന്ന് അമേരിക്കയിലെ കാലിഫോർണിയയിലെ സൊനോമ സ്റ്റേറ്റ് എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അമേരിക്കൻ സംസ്ഥാനമായ കാലിഫോർണിയയുടെ പതാകയിലും നക്ഷത്രവും കരടിയുമാണുള്ളത്. ഹിമാലയൻ ബ്രൗൺ കരടി വംശനാശ ഭീഷണി നേരിടുന്നില്ലെങ്കിലും ഇവയുടെ ഉപവിഭാഗമായ ഹിമാലയൻ കരടി ഗുരുതര വംശനാശ ഭീഷണിയിലാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ ഹിമാലയങ്ങളിൽ കാണപ്പെടുന്ന ഇവ ഹിമാലയത്തിലെ ഏറ്റവും വലിയ സസ്തനി കൂടിയാണ്. വളരെ കുറച്ച് ഹിമാലയൻ കരടികളെ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. തണുത്തുറഞ്ഞ ഹിമാലയത്തിൽ ശരീരമാസകലം കരടിയെപ്പോലെ രോമങ്ങളുള്ള വലിയ രൂപത്തെ കണ്ടുവന്ന് പലരും അവകാശപ്പെടാറുണ്ടല്ലോ. തുടർന്ന് ഒട്ടേറെ പര്യവേഷണങ്ങൾ യതി എന്നറിയപ്പെടുന്ന ആ ജീവിക്കായി നടത്തപ്പെട്ടു. എന്നാൽ വിശ്വാസയോഗ്യമായ ഒരു തെളിവും ഇതുവരെ ആർക്കും ലഭിച്ചില്ല. ടിബറ്റൻ നീലക്കരടിയെയാണ് ആളുകൾ യതിയായി തെറ്റിദ്ധരിക്കുന്നതെന്ന് വിദഗ്ധ അഭിപ്രായമുണ്ട്. 1953 ആദ്യമായി ഹിമാലയം കീഴടക്കിയ ഹിലാരി ടെൻസിംഗ് സഖ്യം
മഞ്ഞിൽ വലിയൊരു ജീവിയുടെ കാൽപ്പാട് കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1960-ൽ ഹിലാരി യതിയെ തേടി ഒരു യാത്ര നടത്തി. എന്നാൽ അദ്ദേഹത്തിന് ആകെ കിട്ടിയത് കുറച്ച് രോമം മാത്രമായിരുന്നു. അത് യതിയുടേതാണെന്ന് ചിലർ പറഞ്ഞെങ്കിലും വിശദമായ പരിശോധനയ്ക്കൊടുവിൽ അത് ഹിമാലയൻ നീലക്കരടിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. യതിയുടേതെന്ന് സംശയിക്കുന്ന വലിയ കാൽപ്പാടുകളുടെ ഫോട്ടോകൾ ചിലരൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ അവയുടെ സത്യാവസ്ഥ ഇനിയും തെളിഞ്ഞിട്ടില്ല. വടക്കേ അമേരിക്കൻ നാടോടി കഥകളിൽ ബിഗ് ഫൂട്ട് എന്നും ഹിമാലയൻ നാടോടി കഥകളിൽ മെക് ടക്ക് എന്നും അറിയപ്പെടുന്ന യതി ഇന്നും നിഗൂഢതയായി തുടരുന്നു. കരടി വർഗത്തിലെ മറ്റൊരു വിഭാഗമാണ് ഭീമൻ പാണ്ട. ചൈനയാണ് ഇവയുടെ സ്വദേശം. ഓമനത്തമുള്ള പാവത്തന്മാരായ ഇവയ്ക്ക് കറുപ്പും വെളുപ്പ് നിറമുള്ള രോമക്കുപ്പായവും കണ്ണട പോലെ കണ്ണിന് ചുറ്റും ഇരുണ്ട നിറവും ഉരുളൻ ശരീരവുമാണ്. 4 അടിയോളം ഉയരവും 180 കിലോ വരെ ഭാരവുമുണ്ടാകും. ചൈനയുടെ ദേശീയ ചിഹ്നമായി ലോകം ചിത്രീകരിക്കുന്ന ഡ്രാഗനോടൊപ്പം ഭീമൻ പാണ്ടയും ഇടം നേടിയിട്ടുണ്ട്. പാണ്ടയോടുള്ള കരുതലിൻ്റെ പ്രതീകമായി ചൈന പാണ്ടയുടെ ചിത്രം പതിച്ച പ്രത്യേക സ്വർണം വെള്ളി നാണയങ്ങൾ വിശേഷ അവസരങ്ങളിൽ പുറത്തിറക്കാറുണ്ട്. കരടികളെ കൊല്ലാതെ ഭയപ്പെടുത്തി ഓടിക്കാനായി നിർമ്മിച്ച കരടി സ്പ്രേ ഇന്ന് ലഭ്യമാണ്. മുളകിന് എരിവ് നൽകുന്ന കാസ്പസിൻ അടങ്ങിയ ഈ സ്പ്രേ ആക്രമിക്കാനെത്തുന്ന കരടിക്ക് നേരെ ചീറ്റിച്ചാൽ കണ്ണ് നീറി പിന്മാറിക്കൊള്ളും. കുറച്ച് നീറുമെന്നല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നമൊന്നും കരടിക്ക് ഉണ്ടാകാത്തതിനാൽ ഈ സ്പ്രേ നിയമവിധേയമാണ്. കരടി ആക്രമണം പതിവായ അലാസ്ക പോലുള്ള US സംസ്ഥാനങ്ങളിൽ ഇത് എല്ലാവരും കൂടെ കൊണ്ടു നടക്കാറുണ്ട്. മനുഷ്യരെ ആക്രമിക്കുന്നതിൻ്റെ പേരിൽ കരടിയെ കൊന്നൊടുക്കുന്നതിന് ഒരു പരിഹാരമാണ് ഈ മുളക് പ്രയോഗമായി പറയുന്നു. വിശപ്പ് സഹിക്കാനാകാതെ ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ, കാർ ബാറ്ററി, മോട്ടോർ ഓയിൽ, രാസലായനികൾ അങ്ങനെ കയ്യിൽ കിട്ടുന്നതെന്തും കരടികൾ അകത്താക്കും. ഇത് കൂടുതലും ചെയ്യുന്നത് ധ്രുവക്കരടികളാണ്. അതുകൊണ്ട് അവയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അവതാളത്തിലാണ്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ നിരത്തുകളിൽ ചപ്പുചവറുകളോ ഭക്ഷ്യ അവശിഷ്ടങ്ങളോ വലിച്ചെറിയുന്നത് നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടങ്ങളിലെ ചവർ നിക്ഷേപിക്കാനുള്ള പെട്ടികൾ കരടികൾക്ക് തുറക്കാനാകാത്ത തരത്തിലുള്ളതാണ്. കരടി കുടുംബത്തിലെ മികച്ച വേട്ടക്കാരാണ് ധ്രുവക്കരടികൾ. ശബ്ദമില്ലാതെ ഇരയ്ക്ക് സമീപമെത്തി പൊടുന്നനെ ആക്രമിക്കാൻ അസാമാന്യ കഴിവാണ് ഇവർക്കുള്ളത്. അകലെ എവിടെയെങ്കിലും ഒരു സീൽ വെള്ളത്തിന് മുകളിൽ തല ഉയർത്തുന്നത് മണത്തറിയാൻ ഇവയ്ക്കാവും. തരം കിട്ടിയാൽ സ്വന്തം ഭാരത്തിൻ്റെ ഇരട്ടി ഭാരമുള്ള കടൽ പശുക്കളെയും ഇവ വേട്ടയാടാറുണ്ട്. ചിലപ്പോൾ വെള്ളത്തിനടിയിൽ ചെന്ന് മീൻ പിടിക്കാനും ധ്രുവക്കരടിക്ക് ആവും. പക്ഷേ ഇന്ന് കരടികളിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനമാണ് ധ്രുവക്കരടികൾ. ആഗോളതാപനമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. 1902-ൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് തിയഡോർ റൂസ്വെൽറ്റ് മിസിസിപ്പിയിൽ നായാട്ടിന് പോയി. എന്നാൽ അദ്ദേഹത്തിന് ഒറ്റ മൃഗത്തെയും കിട്ടിയില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സഹായി ഒരു കരിങ്കരടിയെ പിടികൂടി മരത്തിൽ കെട്ടിയിട്ടു. അതിനെ വെടിവെച്ച് കൊല്ലാൻ പ്രസിഡന്റിനോട് പറഞ്ഞെങ്കിലും റൂസ്വെൽറ്റ് അതിന് വഴങ്ങിയില്ല. പിന്നീട് ഈ സംഭവം വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിൽ കാർട്ടൂണായി അച്ചടിച്ചു വന്നു. ഇത് കാണാനിടയായ മോറിസ് എന്ന ബിസിനസ്സുകാരൻ ഒരു ചെറിയ കരടിക്കുട്ടിയെ ഉണ്ടാക്കി അതിന് പ്രസിഡന്റിൻ്റെ അനുവാദത്തോടെ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായ ടെഡി എന്ന് പേരിട്ട് സ്വന്തം കടയിൽ വിൽക്കാൻ വെച്ചു. എന്നാൽ ടെഡി കരടികൾ ചൂടപ്പം പോലെ വിറ്റുപോയി. ഇതേ കാലയളവിൽ ജർമ്മനിയിലെ ഒരു കളിപ്പാട്ട നിർമ്മാതാവും ഇതുപോലുള്ള കരടിപ്പാവകളെ വിപണിയിലെത്തിച്ചു. അതും നന്നായി വിറ്റുപോയി. പിന്നീട് ധ്രുവക്കരടിയും പാണ്ടയുമൊക്കെ ടെഡി ബെയർ ആയിറങ്ങി ലോകം കീഴടക്കി. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വലിയ